കൂട്ടുകാരെ, ദിസ് ഈസ് മീ യുവർ ടോമച്ചൻ. ജീസസ് കിഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. കേരളക്കര മുഴുവനും ഇന്ന് സന്തോഷത്തിൻ്റെ ദിനങ്ങളിലാണ്. കാരണം മറ്റൊന്നുമല്ല, കേരളത്തിനെ സംബന്ധിച്ച്, കേരളീയരെ സംബന്ധിച്ച് ഓണം എന്ന മഹാ ഉത്സവത്തിൻ്റെ നാളുകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഓണം എന്ന് പറയുമ്പോൾ കുട്ടികളായ നമ്മുടെ മനസ്സിലേക്ക് ആദ്യമായി ഓടിയെത്തുന്നത് വെക്കേഷൻ ഡേയ്സ് ആണ്, അല്ലെങ്കിൽ സ്കൂൾ അവധിക്കാലമാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യമായി ഓടിയെത്തുക. എൻ്റെ ചെറുപ്പകാലത്ത് ഓണക്കാലം എന്ന് പറയുന്നത് അവിസ്മരണീയമായ നിമിഷങ്ങളുടെ, മുഹൂർത്തങ്ങളുടെ ഒരു സംഗമമായിരുന്നു. വെക്കേഷൻ ആയി കഴിഞ്ഞാൽ തലേ ദിവസം ഞങ്ങൾ പൂക്കൾ പറിക്കുവാനായിട്ട് വീടിൻ്റെ പരിസര പ്രദേശങ്ങളിലെ സഞ്ചരിക്കും. ഓരോ വീട്ടുകാരോടും അവരുടെ പൂന്തോട്ടത്തിൽ വളർത്തിയ പൂക്കൾ പറിക്കുവാൻ ഞങ്ങൾ അനുവാദം ചോദിച്ച് പറിച്ച്, അതുപോലെ തന്നെ വീടിൻ്റെ പരിസരത്ത് ഞങ്ങൾ ഒരല്പം ദൂരെ സഞ്ചരിച്ച് പൂക്കളെല്ലാം പറിച്ച് ഞങ്ങൾ ശേഖരിച്ച് വയ്ക്കും. എന്തിനാണെന്നറിയോ? പിറ്റേ ദിവസം രാവിലെ നേരത്തെ എഴുന്നേറ്റ് പൂക്കളം ഇടുന്നതിന് വേണ്ടിയിട്ട്. പൂക്കളം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം സന്തോഷമാണ്, അല്ലേ? ശരിക്കും ഓണം ഒരു ഓണമായി മാറുന്നത് പൂക്കളം ഇടുന്നതോടുകൂടെയാണ്. പലപ്പോഴും ഓണം എന്ന മഹോത്സവത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പല പ്രചരണങ്ങളും നാം കേട്ടിരിക്കും. ഇത് ഒരു പ്രത്യേക മതത്തിൻ്റെ ഉത്സവമാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട്. ഒരിക്കലുമല്ല കേട്ടോ. ഓണം എന്ന് പറയുന്നത് കേരളം എന്ന സംസ്ഥാനത്തിൻ്റെ ഒരു മഹത്തായ, ഒരുപാട് ചരിത്രമടങ്ങുന്ന ഒരു വലിയ ഒരു വിശേഷ മഹോത്സവമാണ്. അതൊരിക്കലും ഒരു മതത്തിൻ്റെയും കീഴിലുള്ളതല്ല. കാരണം ഒരു പ്രത്യേക മതത്തിന് കീഴിലുള്ളത് ആണ് എങ്കിൽ നമ്മുടെ ദൈവാലയങ്ങളിൽ ഓണാഘോഷങ്ങൾ എന്തിനാണ് സംഘടിപ്പിക്കുന്നത്? യഥാർത്ഥത്തിൽ ഓണാഘോഷം അല്ലെങ്കിൽ ഓണം എന്ന് പറയുന്നത് കേരളീയനെ സംബന്ധിച്ച് ഹാർവസ്റ്റിംഗ് ഫെസ്റ്റിവലാണ്. കഴിഞ്ഞ ദുരിതങ്ങളുടെ അല്ലെങ്കിൽ പ്രയാസത്തിൻ്റെ, വിശപ്പിൻ്റെ, പട്ടിണിയുടെ എല്ലാം നാളുകൾ കഴിഞ്ഞ്, കൊയ്ത്ത് കഴിഞ്ഞ് തങ്ങളുടെ പത്തായപ്പുറകൾ അല്ലെങ്കിൽ തങ്ങൾക്ക് സമൃദ്ധിയായി കൊയ്ത്ത് ലഭിക്കുന്നതിൻ്റെ ഒരു മഹോത്സവമായിട്ടാണ് ഓണം കൊണ്ടാടുന്നത്. 10 ദിവസങ്ങളിലാണ് ഓണം നാം ആചരിക്കുന്നത്. അത്തം തുടങ്ങി തിരുവോണ നാളിലാണ് ഓണപ്പൂക്കളം അവസാനിപ്പിക്കുന്നത്. ഈ ഓണ കാലഘട്ടത്തിൽ നിരവധി കളികൾ നാം കേട്ടിരിക്കും. അതിൽ പ്രധാനപ്പെട്ട ഒരു കളിയാണ് പുലിക്കളി എന്ന് പറയുന്നത്. തൃശ്ശൂരുകാരായ നാം ഓരോരുത്തരും നമുക്ക് പുലിക്കളി എത്രമാത്രം പ്രാധാന്യമുള്ളത് ആണ് എന്ന് ഞാൻ പ്രത്യേകമായിട്ട് നിങ്ങളെ അറിയിക്കേണ്ടതില്ലല്ലോ. അതുപോലെ തന്നെ നിരവധി കളികളാണ് ഓണവുമായി സംബന്ധിച്ച്. അപ്പോൾ ഓണം എന്ന് പറയുന്നത് എന്നെയും നിങ്ങളെയും സംബന്ധിച്ച്, കേരളീയരായ നാം ഓരോരുത്തരെയും സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, പ്രാധാന്യമർഹിക്കുന്ന ഒരു ഉത്സവമാണ്. അതുകൊണ്ട് തന്നെ ഓണം നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഒരുപോലെ നമുക്ക് ആഘോഷിക്കാം. ഓണവുമായി സംബന്ധിച്ച് നിരവധി ഐതിഹ്യങ്ങൾ അല്ലെങ്കിൽ കഥകൾ നാം കേട്ടിരിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കഥയാണ് മഹാബലി തമ്പുരാൻ തൻ്റെ പ്രജകളെ കാണുവാനായിട്ട് തിരിച്ചു വരുന്നു എന്നത്. മഹാബലി തമ്പുരാൻ അദ്ദേഹം ഭരിച്ചിരുന്ന സമയത്ത് തൻ്റെ പ്രജകൾക്ക് യാതൊന്നിനും കുറവില്ലായിരുന്നു എന്നാണ് ഐതിഹ്യം പറയുന്നത്. സമാധാനവും സന്തോഷവും നീതിയും തൻ്റെ കീഴിലുള്ള പ്രജകൾക്ക് മഹാബലി തമ്പുരാൻ നൽകിയിരുന്നു. അതിൻ്റെ പ്രതീകമായിട്ടാണ് വർഷാവർഷങ്ങളിൽ മഹാബലി തമ്പുരാൻ തൻ്റെ പ്രജകളെ കാണുവാനായിട്ട് വരുന്നത്. ഈ ഒരു കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നീതിയും സമാധാനവും അത് സമ്മാനിക്കുന്നതാരോ അവരെ ജനങ്ങൾ എപ്പോഴും ഓർക്കുന്നു എന്ന്. ഞാനും നിങ്ങളും അടങ്ങുന്ന വലിയൊരു സമൂഹം എപ്പോഴും സമാധാനവും സന്തോഷവും നീതിയും ആഗ്രഹിക്കുന്നുണ്ട് എന്നതിൻ്റെ ദൃഷ്ടാന്തമാണ്. വിശുദ്ധ ബൈബിളിൽ നാം മത്തായിയുടെ സുവിശേഷത്തിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന്. ഈ വിശുദ്ധ ഗ്രന്ഥത്തിലെ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം. അതെ, സമാധാനം ഉണ്ടാക്കുന്ന സമാധാന പ്രഭുവായ ക്രിസ്തുവിൻ്റെ അനുയായികളായ നാം ഓരോരുത്തരും ഈ ഓണാഘോഷം വളരെ സമൃദ്ധമായി സന്തോഷമായിട്ട് ആചരിക്കേണ്ടതുണ്ട്. ഹാർവെസ്റ്റിംഗ് ഫെസ്റ്റിവൽ എന്നറിയപ്പെടുന്ന കേരളത്തിൻ്റെ തനതായ ഉത്സവം ഓണം എന്നത് എനിക്കും നിങ്ങൾക്കും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലേ? നമുക്ക് ഓരോരുത്തർക്കും, പ്രത്യേകിച്ച് ജീസസ് കിഡിൻ്റെ എല്ലാ കുട്ടികൾക്കും ഓണം ഒരുമിച്ച് ആഘോഷിക്കാം. നിങ്ങൾ റെഡിയാണ് എങ്കിൽ നമുക്ക് ഓണവുമായി സംബന്ധിച്ച് ഓണ പൂക്കളം ഇടാം, അല്ലേ? നിങ്ങൾ റെഡിയാണോ ഓണപ്പൂക്കളം ഇടുവാനായിട്ട്? ഞാൻ റെഡിയാണ്. പക്ഷേ ഓണപ്പൂക്കളം ഇടണം എങ്കിൽ നമുക്ക് എന്ത് വേണം? പൂക്കൾ വേണം. പൂക്കൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓണപ്പൂക്കളം ഉണ്ടാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ഓണപ്പൂക്കളം ഉണ്ടാക്കുന്നതിന് പൂക്കൾ നമുക്ക് ശേഖരിക്കുവാനായിട്ട് ഒരു ബാസ്ക്കറ്റ് വേണം, വേണ്ടേ? പൂക്കളൊന്നും തറയിൽ
പോവാതിരിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ബാസ്ക്കറ്റ് വേണം. ഇതെല്ലാം പൂക്കളെല്ലാം കളക്ട് ചെയ്യുവാനായിട്ട്. പൂക്കൾ ശേഖരിക്കുന്നതിന് വേണ്ടി നമുക്കൊരു ബാസ്ക്കറ്റ് നിർമ്മിച്ചാലോ? നിങ്ങൾ റെഡിയാണോ? വരൂ, നമുക്കൊരു കടലാസ് ബാസ്ക്കറ്റ് നിർമ്മിക്കാം. അങ്ങനെ നമ്മൾ ഫ്ലവർ ബാസ്ക്കറ്റ് ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്ക് വേണ്ടതായ കളർ പേപ്പറുകളിൽ നിന്ന് ഒരു കളർ പേപ്പർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നേർ പകുതിയായിട്ട് ഇങ്ങനെ മടക്കാം. ഇതിൻ്റെ അളവ് കറക്റ്റ് ആയിരിക്കണം. അതിനുശേഷം നാം ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ മടക്കുക. ഈക്വലായിട്ട് മടക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം. അങ്ങനെ 2 കളർ പേപ്പർ നമ്മൾ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ചെയ്യേണ്ടതെന്ന് ഒരല്പം നിവർത്താം. നിവർത്തുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. 2 പേപ്പറും ഇതുപോലെ തന്നെ നമുക്ക് കിട്ടും. അതിനുശേഷം നമുക്ക് കറക്റ്റായിട്ട് ഇത് ഉള്ളിലേക്കും പുറമേക്കായിട്ടും നമുക്ക് മടക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ നിവൃത്തി ഭാഗം നമുക്കിവിടെ ഇതിങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക എന്നതാണ്. അങ്ങനെ നമ്മൾ സെൻറ്റർ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിങ്ങനെ ഇതിലിങ്ങനെ കാണാനായിട്ട് പറ്റും. ഇനി നമുക്ക് വേണ്ടത് ഇതിനൊരു ബേസ് ഉണ്ടാക്കുകയാണ്. നമുക്കിതിന് ഒരു റൗണ്ട് ഷേപ്പിൽ ഒരു ബേസ് ഉണ്ടാക്കാം. ബേസ് ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ബ്ലാക്ക് കളർ A4 സൈസ് പേപ്പറാണ്. അത് 2 എണ്ണം എടുത്തിട്ടുണ്ട്. അതൊരു ഉറപ്പിന് വേണ്ടിയിട്ടാണ്, ഒരല്പം ഫലത്തിലായിരിക്കാൻ വേണ്ടിയിട്ട് 2 ഷീറ്റ് എടുത്തു എന്ന് മാത്രം. നിങ്ങൾക്ക് ഇതിന് പകരം കാർഡ്ബോർഡോ അല്ലെങ്കിൽ കട്ടിയുള്ള ഒരു ബേസ് നിർമ്മിക്കാവുന്നതാണ്. അങ്ങനെ നാം റൗണ്ട് സർക്കിൾ ഇതിൽ വരച്ചിട്ടുണ്ട്. നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അതിന് മുൻപായിട്ട് നമ്മൾ 2 ഷീറ്റാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഈ 2 ഷീറ്റിൻ്റെ നമുക്ക് ബലം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ളത്. നമുക്കിതിൽ പശ തേച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം. കൂടെ അങ്ങനെ നമ്മളൊരു ബ്ലാക്ക് സർക്കിൾ നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നാം നേരത്തെ വെട്ടിവെച്ച പീസുകൾ നമുക്കിതിന് ചുറ്റും നമുക്ക് വയ്ക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു പിടിക്കാനായിട്ടൊരു ഹാൻഡിൽ നിർമ്മിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കതും ഇതോടൊപ്പം തന്നെ വെട്ടിയെടുക്കാം. നമുക്കിത് ഉള്ളിൽ ഇങ്ങനെയാണ് ഒട്ടിക്കേണ്ടത്. അപ്പോൾ അത് കാരണം നമുക്കിതിൽ ഇരിക്കാനായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്കായിട്ട് ഒന്ന് മടക്കാം. അങ്ങനെ നമുക്ക് നമ്മൾ ഉള്ളിലേക്കായിട്ട് മടക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പേപ്പറുകൾ നിങ്ങൾക്ക് കാണാം. അതൊന്നൊരല്പം നിവർത്തതിന് ശേഷം ഈ ഭാഗത്ത് പശ തേച്ചിട്ട് നിങ്ങൾക്ക് ഇത് ഒട്ടിക്കാം. എന്നിട്ട് ഇതിന് ചുറ്റും വയ്ക്കാവുന്നതാണ്. അങ്ങനെ മനോഹരമായിട്ടുള്ളൊരു ബാസ്ക്കറ്റിൻ്റെ ഭാഗം നമ്മൾ ഏകദേശം നിർമ്മിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനൊരു പിടി ഹാൻഡിലും കൂടെ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ ഓണം സ്പെഷ്യൽ ഫ്ലവർ ബാസ്ക്കറ്റ് നിർമ്മിച്ചു കഴിഞ്ഞു. ഇത് നിങ്ങൾക്ക് മനോഹരമായിട്ട് കാണാവുന്നതാണ്.
കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ ബാസ്ക്കറ്റ് നാം നിർമ്മിച്ചു കഴിഞ്ഞു. ഇനി നമുക്കിതിൽ പൂക്കളിടാം. നിങ്ങൾ റെഡിയല്ലേ? റെഡി ആണെങ്കിൽ നമുക്ക് ഈ തിരുവോണം ജീസസ് കിഡിനോടൊപ്പം ആഘോഷിക്കാം. എല്ലാവർക്കും ജീസസ് കിഡിന്റെ എല്ലാവിധ ഓണാശംസകളും നേരുന്നു. കൂട്ടുകാരെ, ജീസസ് കിഡിന്റെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ജീസസ് കിഡിന്റെ മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ദിസ് ഈസ് മീ, യുവർ ടോമച്ചൻ. ബൈ.